ഹായ്, ഞാൻ ജേക്കബ് ഡാനിയൽ അച്ഛൻ. ഫാദർ ഓൺ വീൽസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഈ ദിവസത്തെ നമ്മുടെ സന്ദർശനം മധുരമല പള്ളിയിലാണ്. പട്ടാഴി എന്ന പ്രദേശം വളരെ പ്രാധാന്യമർഹിക്കുന്ന, വിവിധ തലങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദേശമാണ്. 1900 അവസാന മധ്യം കഴിയുന്ന കാലഘട്ടം വരെയും ഇവിടെ ഈ പട്ടാഴി എന്ന ദേശം മുഴുവനും പട്ടാഴി ദേവിയുടെ സ്വന്തമായിരുന്നു. പട്ടാഴി ദേവിയുടെ സ്വന്തമായിരുന്ന ഈ ദേശത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സുറിയാനി ദേവാലയമാണ് നാം ഇന്ന് ദർശിക്കാൻ പോകുന്ന മധുരമല പള്ളി. മധുരമല പള്ളിയെ കുറിച്ച് പറയുമ്പോൾ, റഷ്യയിൽ മതപീഡന കാലത്ത് അവിടെ നിന്ന് ഇവിടെ എത്തിയ ഫാദർ ആൻഡ്രോണിക് എന്ന റഷ്യൻ പുരോഹിതൻ, അദ്ദേഹം മലമേൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് സ്വയം കല്ല് പൊട്ടിച്ച് സ്വന്തം കൈകൊണ്ട് റഷ്യൻ വാസ്തുശില്പ മോഡലിൽ നിർമ്മിച്ച ഒരു ദേവാലയമാണ്. ഈ ദേശത്തെ എല്ലാ ദേവാലയങ്ങളുടെയും തല പള്ളിയാണ് മധുരമല പള്ളി. ഇവിടെ അദ്ദേഹം പാർത്ത് വളരെ വിശുദ്ധിയിൽ പ്രാർത്ഥനയും ധ്യാനവുമൊക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലം. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് പാറ പൊട്ടിച്ച് ഒരു കെട്ടിടം കൂടി അദ്ദേഹത്തിന് പാർക്കുവാൻ തക്കവണ്ണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാറ പൊട്ടിച്ച സ്ഥലത്ത് അന്നു മുതൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദൈവം നല്ലൊരു നീരുറവ തയ്യാറാക്കി കൊടുത്തു. ഇവിടെ മലമുകള്, ഈ ദേശത്തെ ഏറ്റവും ഉയർന്ന മലമുകളാണ് മധുരമല എന്ന് പറയുന്നത്. ഇവിടെ നിന്നാൽ പത്തനംതിട്ട ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളും മറ്റനേക പ്രദേശങ്ങളും വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പടിഞ്ഞാറേക്ക് നോക്കുന്ന ഒരാൾക്ക് അറബിക്കടലിലെ തിരമാലകൾ അടിച്ചു വരുന്നത് കാണുവാൻ സാധിക്കുമായിരുന്നു. അത്രത്തോളം പ്രാധാന്യമുള്ള, വിശുദ്ധവും ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു ദേവാലയത്തിലേക്കാണ് നാം കടന്നുപോകുന്നത്. ചെങ്കുത്തായ മലമ്പാതയിലൂടെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന മലമുകളിലേക്ക് നാം കടന്നു പോകുന്നത്. ഈ ദേശത്ത് സമീപവാസികൾക്കൊക്കെ ഏറ്റവും അനുഗ്രഹവും ആശ്രയവുമായിരുന്ന ഈ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയം, റഷ്യൻ പുരോഹിതൻ ആൻഡ്രോണിക് പുരോഹിതന് ശേഷം ഇവിടെ ഒരു മാന്നാറോ മറ്റോ പ്രദേശത്ത് നിന്ന് ഒരു സിദ്ധനായ, വിശുദ്ധനായ ഒരു സന്യാസി വന്ന് പാർത്തതായിട്ട് അറിയുവാൻ കഴിയുന്നുണ്ട്. സന്യാസി വളരെ അത്ഭുത സിദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് മാനസിക രോഗികളെയും പൈശാചിക ബാധിതരെയും കൊണ്ടുവന്ന് അവരൊക്കെ സൗഖ്യം പ്രാപിച്ച് പോയിട്ടുള്ളതായിട്ട് ധാരാളം പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞ് തന്നിട്ടുള്ള അറിവുകളുണ്ട്. ഇവിടെ 100 വർഷത്തിനകത്തുള്ള ഒരു 10-75 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളില് ഇവിടെ പള്ളിയുടെ സമീപത്തുള്ള മരങ്ങളിലൊക്കെ ചങ്ങലയിൽ തളച്ചിരുന്ന മാനസിക രോഗികളെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ കടന്നു വരുന്ന ആൾക്കാര്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ കടന്നു വരുന്നവർക്ക് ഭക്ഷണവും മറ്റും ലഭിക്കാൻ വേണ്ടിയിട്ട് 20-ലേറെ കടകൾ ഈ 3/4 നൂറ്റാണ്ടിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഈ മലയിൽ ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ മലയുടെ മുകളിൽ വന്ന ആശ്വാസം പ്രാപിച്ചിട്ടുള്ളവർ ധാരാളമാണ്. അവരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴ് ഇവിടെ ഈ ദേവാലയം അന്ന് ഉണ്ടായിരുന്ന റഷ്യൻ വാസ്തുശില്പകലയില് സ്ഥാപിതമായ ദേവാലയത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റപ്പെട്ടു. അത് വിവിധ തരത്തില് അത് പുതുക്കി പണിഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കല്ല് കെട്ടി സ്വന്തം കൈകൊണ്ട് കല്ല് പൊട്ടിച്ച് അതിനെ ഭംഗിയാക്കി പണിതെടുത്ത ദേവാലയം. ഇവിടെ വലിയൊരു കെട്ടിടമുണ്ടായിരുന്നു, അത് പൊളിഞ്ഞുപോയി. ഈ സ്ഥലം പട്ടാഴി സമീപ പ്രദേശങ്ങളുടെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. ഇന്ന് നമുക്ക് ഈ ദേവാലയത്തെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം.
മോർഗി സഹദാ പണ്ഡിത വൈദ്യ രോഗാർത്തർക്കായി സൗഖ്യമിയറ്റിടുവാനധികാരം തേ നൽകി വരൻ. പാർത്താൽ നിന്നസികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ പ്രാർത്ഥന നിൻ യാചനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. ദേവാൻപന പോലെ നമ്മൾ മനോഹരമായ ഈ ദേവാലയത്തിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മേൽക്കൂടും ഇതിൻ്റെ മദ്ബഹായും ഇതിൻ്റെ അതിനിപ്പുറമുള്ള ഐക്യരായും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഇത് പരിഷ്കരിച്ചപ്പോൾ റിനോവേഷൻ നടത്തിയപ്പോൾ ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിപ്പോയി. എന്നാലും ആ വിശുദ്ധിയും ആ പരിശുദ്ധിയും ഒക്കെ നിലനിൽക്കുന്ന ദേവാലയമാണിത്. ഇവിടെ ഈ കാണുന്ന ചിത്രം ഇവിടെ വന്ന റഷ്യൻ പിതാവായ ആൻഡ്രോണിക്കിൻ്റെ ചിത്രമാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭിത്തിയിൽ കാണുന്ന ചിത്രം ഇവിടെ പാർത്ത് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആ വിശുദ്ധനായ സന്യാസിയുടെ ചിത്രമാണ്. ഇവരുടെയൊക്കെ പ്രാർത്ഥന ഇന്നും ഈ ദേവാലയത്തിനും ഈ ദേശനിവാസികൾക്കും എപ്പോഴും അനുഗ്രഹമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സാധാരണയിൽ വ്യത്യസ്തമായ ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിൽ ഇപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇവിടുത്തെ ഈ ദേശനിവാസി തന്നെയായ ചാങ്ങേഴിയത്ത് തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും വിശുദ്ധ കുർബാന നടത്തുന്നുണ്ട്. ഭയഭക്തിയോടുകൂടി ആൾക്കാർ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് തങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ആവശ്യങ്ങൾക്കൊക്കെ നിവർത്തി പ്രാപിച്ചുകൊണ്ട് കടന്നുപോയ ചരിത്രമാണ് ഈ ദേവാലയത്തിനുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ എല്ലാ വർഷവും ഈ ദേവാലയത്തിൽ ആർഭാടപൂർവമായി നടത്തപ്പെടുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ദേവാലയം ഈ ദേശത്ത് ക്രിസ്ത്യാനികൾക്ക് ദേവാലയമൊന്നും പണിയുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ പണിത ക്രൈസ്തവ ദേവാലയം സുറിയാനി ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ നിന്ന് പാർശ്വ സ്ഥലങ്ങളിലേക്ക് മാറി പട്ടാഴിയിലെ ആറാട്ടുപുഴയും അതുപോലെ തന്നെ ആദ്യം താമരക്കുടി പട്ടാഴിയുടെ അതിർത്തിയിൽ താമരക്കുടിയിലും ഇപ്പോഴ് തൊട്ട് താഴെ പന്തപ്ലാവിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം ദേവാലയങ്ങൾ ഈ മാതൃദേവാലയത്തിൽ നിന്ന് മാറി പണിതിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ചേർന്ന് നാട്ടുകാർ ചേർന്ന് നാനാജാതി മതസ്ഥരായ ആൾക്കാർ ചേർന്ന് വിപുലമായ റാസയും പെരുന്നാളും ഇവിടെ നടത്തി വരാറുണ്ട്. ദേശത്തിൻ്റെ അനുഗ്രഹമായി മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം 100 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഈ ദേവാലയം ദേശത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ ദേശത്തെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമാണ്. ആദ്യത്തെ സുറിയാനി സഭയുടെ ദേവാലയമാണ്. ഇന്നിത് പത്തനാപുരം ദേറായുടെ അധീനതയിലാണ്. ഇവിടെ ഈ പാർശ്വ സ്ഥലങ്ങളിലെ പരിസരത്ത് നിന്നുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കിയാൽ അറബിക്കടൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അറബിക്കടലിലെ തിരമാലകൾ അടിച്ചു വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മലയുടെ വടക്ക് ഭാഗത്തോട്ട് ഈ നിരപ്പിൻ്റെ വടക്ക് ഭാഗത്തോട്ട് നിന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്തനാപുരം മുതൽ അങ്ങോട്ടുള്ള പത്തനംതിട്ട ജില്ലയുടെയും സമീപ ജില്ലകളിലെയും ഒക്കെ ധാരാളം കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ദേവാലയം തീർത്ഥാടകർക്ക് ഏറ്റവും അനുഗ്രഹകരമായ ദേവാലയമാണ്. പട്ടാഴി ചന്തയിൽ നിന്ന് ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ വരുമ്പോൾ ഈ ദേവാലയത്തിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ കൊട്ടാരക്കര നിന്ന് വരുന്നവർക്ക്
ഒരു 11 കിലോമീറ്റർ ശിവാരം വരുമ്പോൾ ഈ ദേവാലയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. കുന്നിക്കോട് ഭാഗത്ത് നിന്ന് വന്നാലും ഒരു 8 കിലോമീറ്റർ വരുമ്പോൾ 9 കിലോമീറ്ററിനകത്ത് ഈ ദേവാലയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. വിശുദ്ധനായ ഗീവർഗീസ് ദാദായുടെ സാന്നിധ്യം, ഗീവർഗീസ് ദാദായുടെ മധ്യസ്ഥത ദേശത്തിന് അനുഗ്രഹമായി ഈ മലമുകളിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഫാദർ ആൻഡ്രോണിക്കിൻ്റെയും സന്യാസി ശ്രേഷ്ഠൻ്റെയും ഒക്കെ പ്രാർത്ഥന ദേശനിവാസികൾക്ക് അനുഗ്രഹമായിട്ട് ഇന്നും സ്ഥിതി ചെയ്യുന്നു. റഷ്യൻ വാസ്തുശില്പകലയിൽ പണിത ദേവാലയമാണ്. ഈ ദേവാലയത്തിന് അന്ന് 2 ഉള്ളില് മദ്ബഹായും അതിനിപ്പുറം ഒരു ഹൈക്കല എന്ന് പറയുന്നത് പോലുള്ള സ്ഥലവും ജനങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. അതിനു മുന്നിൽ ഒരു പോർച്ച് പോലെ ആയിരുന്നു ഇതിൻ്റെ പണി. ഇത് തടി കൊണ്ടുള്ള ത്രോണോസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. വളരെ മനോഹരമായ ദേവാലയം റിനോവേഷൻ ആയപ്പോഴത്തേക്ക് ഇത്രത്തോളം ഇതിന് വ്യത്യാസം വന്നു. ഈ പ്രദേശം തന്നെ ഏറ്റവും അനുഗ്രഹകരമായ പ്രദേശമായിരുന്നു. ഈ റഷ്യൻ ദേവാലയങ്ങളുടെ മാതൃകയിൽ പണിത ദേവാലയമായിരുന്നു ഇതിന് ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓടിട്ട 2 പോർഷനുകൾ ഉണ്ടായിരുന്നു. അതിന് മുൻപിലായിട്ട് ഒരു പോർച്ച് പോലെ ഉള്ള മേൽക്കൂടുള്ള ഒരു സ്ഥലമായിരുന്നു, കെട്ടിമറയ്ക്കാത്ത സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത്. കരിങ്കല്ലിൽ തന്നെ പണിത ദേവാലയമാണ്. ഇതിനകത്ത് തടി കൊണ്ടുള്ള ത്രോണോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് റിനോവേഷൻ ആയപ്പോൾ ഇത് ഈ രീതിയിലേക്ക് രൂപാന്തരപ്പെട്ടു. ഈ മല വളരെ പ്രാധാന്യമർഹിക്കുന്ന മലയാണെന്ന് ഞാൻ പറഞ്ഞു. മലകള് ദൈവ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന സ്ഥലങ്ങളാണ് മലകളെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ മാത്രമല്ല, മലകൾക്ക് പ്രാധാന്യം ഹൈന്ദവ ദേവാലയങ്ങളൊക്കെ, ശബരിമല പോലെയുള്ള ഹൈന്ദവ ദേവാലയങ്ങളൊക്കെ നമുക്ക് മലമുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ മലയുടെ വടക്കുവശമാണ് നാം കാണുന്നത്. ഈ വടക്കുവശത്ത് നിന്ന് താഴേക്ക് നാം നോക്കിയാൽ വളരെ വിസ്തൃതമായ, മൈലുകൾ വിസ്തൃതമായ പ്രദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഇവിടെ കോടമഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ്. കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകൾ വളരെ ദൂരെ വ്യക്തമായി കാണാവുന്നത്. ഇന്ന് മഞ്ഞ് മൂടൽ കാരണം, മഴയും മഞ്ഞും കാരണം നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ. ഈ പാറ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ പാറയിൽ കല്ല് പൊട്ടിച്ചപ്പോൾ ഉണ്ടായ ചെറിയ കുളം അന്ന് മുതൽ ഇന്ന് വരെയും 365 ദിവസവും വെള്ളമുള്ള, എത്ര കഠിനമായ വേനലിലായാലും വെള്ളമുള്ള കുളമാണിത്. ഇതും ഒരു ദിവ്യമായ ഒരു സ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂടിക്കിടക്കുന്നു. ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ ഇപ്പോഴും ഈ മരങ്ങൾക്കപ്പുറം മേഘം മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഇവിടെ നിന്നാൽ അറബിക്കടലിൽ തിരമാലകൾ അടിച്ചുയരുന്നത് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലും വളരെ പ്രാധാന്യമുള്ള പട്ടാഴിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തുള്ള വലിയ ദേവാലയവും വിശുദ്ധമായ ഒരു സ്ഥലവുമാണ്. പരിശുദ്ധമായ ഒരു മലയാണ് മധുരമല. മൂടിക്കിടക്കുന്നു. ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ ഇപ്പോഴും ഈ മരങ്ങൾക്കപ്പുറം മേഘം മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഇവിടെ നിന്നാൽ അറബിക്കടലിൽ തിരമാലകൾ അടിച്ചുയരുന്നത് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലും വളരെ പ്രാധാന്യമുള്ള പട്ടാഴിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തുള്ള വലിയ ദേവാലയവും വിശുദ്ധമായ ഒരു സ്ഥലവുമാണ്. പരിശുദ്ധമായ ഒരു മലയാണ് മധുരമല. മധുരമലയിൽ നിന്നുള്ള മടക്കയാത്ര. കോടമഞ്ഞ് മൂടിയ മലമടക്കുകളൊക്കെ കണ്ടുകൊണ്ട് ഈ മലയിൽ നിന്നും താഴ്വാരത്തിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. വാഹനങ്ങൾ സുഗമമായി കയറി വരാവുന്ന മലയാണ്. പട്ടാഴിയുടെ ഏറ്റവും ഉയർന്ന മലയുടെ മുകളിൽ നിന്നാണ് നാം ഇപ്പോൾ താഴേക്ക്
ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. മലമുകൾ ദൈവസാന്നിധ്യം ഏറെ സ്ഫുരിക്കുന്ന സ്ഥലങ്ങളാണ്. സീനായി മലയിൽ യഹോവ മോശയ്ക്ക് പ്രത്യക്ഷനായി. താബോർ മലയിൽ ഏലിയാവും മോശയും കർത്താവും മഹത്വത്തിൽ വലിയ പ്രകാശത്തിൽ മോശയും ഏലിയാവിനെയും കർത്താവിനെയും കാണുവാനായിട്ട് ശ്ലീഹന്മാർക്ക് സാധിച്ചു. എല്ലാ പാരമ്പര്യങ്ങളിലും മലമുകൾ വിശുദ്ധിയുടെ കേന്ദ്രങ്ങളാണ്. മലമുകളിൽ ദൈവ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ദേവാലയങ്ങൾ മലമുകളിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നത് നമുക്ക് മിക്ക സ്ഥലങ്ങളിലും ദേശങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മധുരമലയിൽ നിന്ന് താഴേക്ക് മല അടിവാരത്തേക്ക് ഉള്ള പാതയിലാണ് നാം ഇപ്പോൾ. വരുന്നവർക്ക്, തീർത്ഥാടകർക്ക് കയറി വരുന്നതിന് ഏറ്റവും അനുയോജ്യമായ നല്ല കോൺക്രീറ്റ് ചെയ്ത നല്ല പാതയുണ്ട്. വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവരെയും ഞങ്ങൾ ഈ പട്ടാഴിയുടെ അനുഗ്രഹ സ്രോതസ്സായ മധുരമല മാർ ഗീവർഗീസ് സഹദായുടെ പുണ്യവാളച്ചൻ്റെ പള്ളിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതോടെ ഞങ്ങളുടെ ഇന്നത്തെ മധുരമലയിലേക്കുള്ള സന്ദർശനം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ, തുടർന്നുള്ള പ്രോഗ്രാമുകളും കാണുവാൻ സാധിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഫാദർ ഓൺ വീൽസ്, ഫാദർ ജേക്കബ് ഡാനിയേൽ. താങ്ക് യു.